ரகுராம் ஃபிலிமின் அழகன் தான் ஆக்சுவலி இவங்க வந்து தேவசேனா அடிக்கடி சொல்லிட்டு இருப்பாங்க டைரக்டர் சைடு சார். ஸோ ரம்யா பணிக்கர் அவர்களை வந்து நம்மளுடைய ப்ரொடியூசர் மேம் வந்து ஹானர் பண்றாங்க. ஒரு நல்ல கைத்தட்டல் கொடுத்தல அவங்களுக்கும் என்கரேஜிங்கா இருக்கும் ப்ளீஸ். ഒരു സിനിമ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു സിനിമ, ആ സിനിമ കഥ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു തിരക്കഥ വേണം. തിരക്കഥയാണ് സിനിമ തിയേറ്ററിൽ നമ്മൾ പോയി കാണുമ്പോൾ കഥ. വലിയ മടിയനാ ഞങ്ങളിങ്ങനെ പറഞ്ഞ ഞാൻ കയറൂലട്ടാ, എന്നാലും അങ്ങനെയുള്ളൊരു പിടിച്ച് കയറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ സുധീർ ചക്കനാട്, സുധീർ സി ചക്കനാട്, കഥ തിരക്കഥ വസനം, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് സർ. കൈയടിച്ചോ പുള്ളി നിങ്ങളെ കൊണ്ടൊക്കെ തിയേറ്ററിൽ കൈയടിപ്പിക്കുന്ന ആളാണ്. விஷயம்னா அடுத்த நிமிஷம் ஹெல்ப் பண்ற ஒரு பர்சன் நிகேஷ் நாராயணன் சார், ப்ளீஸ் கம் ஆன் டு தி ஸ்டேஜ் ப்ளீஸ். நல்ல கைத்தட்டல் கொடுக்கலாம். മലയാള സിനിമ വളർന്നു വന്ന കാലത്ത് നമ്മളെല്ലാവരുടെയും ഒരു ഇഷ്ട നടനുണ്ടായിരുന്നു. ആ ഇഷ്ടനടന്മാരുടെ ഇടയിൽ മൂർത്തി എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യം, അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കഴിവ് പലതും കണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പമായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുകരിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു എന്തെങ്കിലും ഡയലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് നസീർ സാറേ, മുരളീധരൻ